നമസ്കാരം. ബി പോസിറ്റീവിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദയ, ഇന്ന് നമ്മുടെ 25 വർഷം പൂർത്തിയാക്കുന്ന ചിത്രങ്ങളിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒറ്റയാൾ പട്ടാളം എന്ന ചലച്ചിത്രമാണ്. ഒറ്റയാൾ പട്ടാളത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ടി കെ രാജീവ് കുമാർ സാറിൻ്റെ സംവിധാനമാണ്, അല്ലേ ഹൃദയ? തീർച്ചയായും ടി കെ രാജീവ് കുമാർ സാറിൻ്റെ ഒരു നല്ലൊരു ഡയറക്ഷനിൽ ഇറങ്ങിയ ഒരു മൂവിയാണ് ഒറ്റയാൾ പട്ടാളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു മൂവിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപിടി നല്ല സോങ്സ് ഇതിലുണ്ട്. തീർച്ചയായും ശരത് സാറിൻ്റെ ഒരു നല്ലൊരു മ്യൂസിക് ഡയറക്ഷനിൽ ഇറങ്ങിയ ഒരു മൂവിയാണ് അത്. ഇതിൽ പാടിയിരിക്കുന്ന ഈ അടുത്ത കാലത്ത് അന്തരിച്ച രാധിക തിലക്, ശരിക്കും പറഞ്ഞ ഒരു രാധിക തിലകിൻ്റെ ഒരു ട്രിബ്യൂട്ട് കൂടിയാണ് ഇന്നത്തെ ബി പോസിറ്റീവ് എന്ന് പറയാം. ശരിയാണ് ഹൃദയ, നമ്മുടെ രാധിക തിലകിനെ കുറിച്ച് വേദനയോടുകൂടി നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. നമ്മുടെ ഇത്രയും നല്ല ഒരു സിംഗറിനെ മലയാള സിനിമ തന്നെ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. സുജാത, KS ചിത്ര, അവരുടെ ഒപ്പത്തിൽ നിൽക്കുന്ന ഒരു ഗായിക കൂടിയായിരുന്നു രാധിക തിലക്. MG ശ്രീകുമാർ സാറിൻ്റെ ഒരു ഫേവറേറ്റ് സിംഗറാണ് രാധിക തിലക്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഒത്തിരി ഗാനമേള, ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാംസ് രാധിക തിലക് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. നമ്മുടെ ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിലെ മായാമഞ്ചലിൽ നിന്ന് ഗാനം നമ്മുടെ ഇപ്പോഴും എവർഗ്രീനായി നിൽക്കുന്ന ഒരു ഗാനം തന്നെയാണ്. അതിലൊരു 2 വരി ഹൃദയ പാടി നമുക്ക് കേട്ടാൽ. തീർച്ചയായും ഞാൻ പാടാം. മായാമഞ്ചലിൽ ഇതുവഴി പോകും തെന്നലേ, കാണാത്തമ്പുരു തഴുകുമൊരു ഈരൻ തെന്നലേ, ആരും കാണാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ മായാമഞ്ചലിൽ. എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ എപ്പിസോഡ് തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്കൊരു ശുഭകരമായ സംഗീതം ആസ്വദിക്കാം. ശുഭസംഗീതം. സരയു നദിയുടെ തീരങ്ങളിൽ സൈകത ഭൂവിൻ്റെ സാനുക്കളിൽ ഓളവും തീരവും ആലിംഗനത്താൽ ഓതിടുമായിരം സൽക്കഥകൾ, ഓളവും തീരവും ആലിംഗനത്താൽ ഓതിടുമായിരം സൽക്കഥകൾ, തത്തിക്കളിച്ചിടും എൻ ചൊടിയിൽ തത്തമ്മ പെണ്ണിൻ്റെ കൊഞ്ചൽ പോലെ, തത്തിക്കളിച്ചിടും എൻ ചൊടിയിൽ തത്തമ്മ പെണ്ണിൻ്റെ കൊഞ്ചൽ പോലെ, സരയു നദിയുടെ തീരങ്ങളിൽ സൈകത ഭൂവിൻ്റെ സാനുക്കളിൽ, വീരാശ്രു പൂജയ്ക്ക് പൂക്കളുമായി വന്നെത്തും വൻപിടും ആതിരാ പൂവ്, വന്നെത്തും വൻപിടും ആതിരാ പൂവ്. നമ്മുടെ ആ സെഗ്മെന്റിലേക്ക് കടക്കാം. ചരിത്രത്തിൽ ഇന്ന്. നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ഒരു പ്രമുഖ വ്യക്തി അദ്ദേഹത്തിന് പറയാനുള്ള ഒരു കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് എന്ന സെഗ്മെന്റിലൂടെ. നമസ്കാരം. സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, പത്രപ്രവർത്തകൻ എന്നീ വിവിധ നിലകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീ M. വേണുകുമാർ. ശരിക്കും അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ ബി പോസിറ്റീവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചേട്ടാ. ശരിക്കും ഇപ്പോൾ ഈ 2016 അങ്ങ് ഒരു ആഹ്ലാദത്തിൻ്റെ നിറവിലായിരിക്കും. കാരണം അങ്ങ് ചെയ്ത ഡോക്യുമെൻ്ററിക്ക് ഇപ്പോൾ അവാർഡ് കിട്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് അത് ഈ രാവിലെ ഞാനൊരു പത്ര വായനയുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം ഭയങ്കരമാണ്. രാവിലെ ഈ പത്രം വെച്ചിട്ട് മണിക്കൂർ കണക്കിന് ഇരിക്കുന്ന സ്വഭാവമുണ്ട്.
കാരണം അതും അതിൻ്റെ A to Z വായിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പം അങ്ങനെ വായിച്ചിരുന്ന കൂട്ടത്തിൽ ഒരു ബോക്സിൽ ഒരു അമ്മയുടെ കഥ മനോരമ പത്രത്തിലാണ്. എനിക്ക് വളരെ ഫീൽ ചെയ്തു. കാരണം ഞാൻ എൻ്റെ വളരെ ഹൃദയസ്പർശമാണ്. കാരണം എൻ്റെ അമ്മ എന്നൊരു സങ്കല്പം. ഞാൻ എണീറ്റാൽ ആദ്യം എൻ്റെ ബെഡ്റൂമിൽ കണി കാണുന്ന എൻ്റെ അമ്മ, എൻ്റെ കാറിൽ അമ്മയുണ്ട്, എൻ്റെ പേഴ്സിലുണ്ട് അമ്മ, മൊബൈലിലുണ്ട്. അപ്പോൾ അമ്മ വെച്ചാൽ ഞാനിപ്പോൾ ജനിച്ചപ്പോൾ എനിക്കൊരു അവശതയിൽ ജനിച്ചതുകൊണ്ട് എൻ്റെ അമ്മയാണ് എന്നെ വളർത്തി ഈ ഒരു ലെവലിൽ എത്തിച്ച അമ്മയാണ്. അപ്പം ഈ അമ്മ എന്നൊരു സംഭവം. അപ്പം ഞാൻ ആ കഥ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. 80 വയസ്സുള്ള ഒരു സ്ത്രീ ഒരമ്പലത്തിൽ കതിന പൊട്ടിച്ച് ജീവിക്കുന്നു. കതിന എന്ന് പറഞ്ഞാൽ സാധാരണ വെടി എന്ന് പറയുന്ന അത്രയും വലിയ ഒരു സാധനം. അപ്പോൾ അതിൻ്റെ ആ സ്റ്റോറി വളരെ ഭംഗിയായിട്ട് ഒരു പെൺകുട്ടിയാണ് എഴുതിയിരിക്കുന്നത്. അതെനിക്ക് വായിച്ചപ്പം തോന്നിയത് നല്ല സാധനം. ഞാൻ ഉടനെ അപ്പം തന്നെ ഞാൻ ആ കുട്ടിയെ വിളിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, വേണു അത് ഭയങ്കര ഒരു സ്റ്റോറിയാണ്, നിങ്ങൾ പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് ചേർത്തല മുഖമ്മ എന്നൊരു സ്ഥലത്താണ് ഇവർ, ഒരു കുളങ്ങര അമ്പലം എന്ന് പറയുന്നിടത്താണ് ഇവർ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ അമ്പലം അടച്ചു. ബസ്സിലാണ് ഞാൻ പോയത്, അമ്പലം അടച്ചു. ഇവരെ വീട് അടുത്തെവിടെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു 5 മണിയായപ്പോൾ, വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ എത്തിയതിന് ശേഷം ഞാൻ കാണുന്നത് ഭൂമി തൊട്ട് നടക്കുന്ന ഒരു അമ്മ. ഈ എഴുതിനെക്കാട്ടും വളരെ ഭീകരമായി അവർ കൂടിയാണ് നടക്കുന്നത്. കുറച്ച് നടന്നതിന് ശേഷം അവർ വല്ലാതെ ഇങ്ങനെ നിവരും. എനിക്ക് അത് കണ്ടുകൊണ്ടേ എനിക്ക് അതിനകത്തൊരു ഭയങ്കര ഒരു സ്റ്റോറി. എനിക്ക് ഇത് പുറം മനോരമയിൽ കണ്ടതിനെക്കാട്ടും അപ്പുറം, പത്രത്തിൽ കണ്ടതിനെക്കാട്ടും അപ്പുറത്തേക്ക് ഇതൊരു സ്റ്റോറി ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവരിരുന്ന് കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പക്ഷേ ഇതിനോട് താല്പര്യമൊന്നുമില്ല. എന്ത് പത്രം നേരത്തെ പത്രത്തിൽ വന്നു, എനിക്ക് വല്ലതും കാശ് കിട്ടുമെന്നുള്ളത്. പക്ഷേ അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ച അവരുടെ ജീവിത അവശതയായിരിക്കും. അതെ, അവരുടെ ജീവിത അവശതയാണ്. കാരണം അവർ വളരെ അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. അവർക്ക് മറ്റൊന്നും അറിയില്ല. മക്കളെല്ലാം മരണപ്പെട്ടു പോകുന്നു, ഇവരൊറ്റയ്ക്കാണ്. അപ്പം അങ്ങനെ ഇവരുടെ ഇത് കണ്ടപ്പം ഞാൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ അന്ന് വൈകിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഞാൻ പോയില്ല. അവിടെ ഞാനൊരു ലോഡ്ജ് താമസിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ വെളുപ്പിന് 3 മണിക്ക് എണീക്കും, 4 മണിക്ക് മുമ്പ് 4:30 മുമ്പ് ഇവിടെ എത്തും എന്നാണ് അവരെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു രാവിലെ ഒരു 8 മണിക്ക് എൻ്റെ റിലേറ്റീവ്സ് കുറച്ച് പേര് എൻ്റെ അടുത്ത് അവരുടെ അടുത്തൊക്കെ പോയി കണ്ടിട്ട് ഞാൻ വരുമ്പോൾ അവരെൻ്റെ അടുത്ത് പിന്നെ സ്റ്റോറി പറയുന്നത്, ഇവർ രാത്രി 3 മണിക്ക് ഉണരും. 3 മണിക്ക് ഉണരും. അലാറം ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അവർക്ക് പ്രകൃതിയിലാണ് അവരുടെ അലാറം. അവരത് കേൾക്കും. എന്നിട്ട് അവർ 3 മണിക്ക് എണീക്കും, 3:30 മണിക്ക് അവർ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു ട്രാജഡി എന്ന് പറഞ്ഞാൽ, ഇറങ്ങിയതിന് ശേഷം അവർ ഒരു ചെറിയ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ 4 കിലോമീറ്റർ നടന്നാണ് ഈ അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോറി അതിനകത്ത് ഒരു കഥയുണ്ട്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് തലേ ദിവസം ഈ അമ്മയുടെ വീട്ടിൽ പോയി, അമ്മ നാളെ എത്ര മണിക്കാണ് ഇറങ്ങുന്നത്, നാളെ 4 മണിക്ക്. അപ്പോൾ എൻ്റെ ക്യാമറാമാനും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാമറമാൻ നമുക്ക് രാത്രി രാവിലെ അവിടെ വീട്ടിൽ പോകണം, എങ്ങനെയൊക്കെയാണ് ക്യാമറ പോകേണ്ടത്. അപ്പം നാച്ചുറൽ ലൈറ്റിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ എപ്പോഴും എൻ്റെ അങ്ങനെ ചെയ്യുള്ളൂ ഞാൻ. അപ്പോൾ ഇയാളുടെ അടുത്ത് പറഞ്ഞു, പക്ഷേ ഈ അമ്മയുടെ ഒപ്പം നമ്മൾ 3:30 ഇറങ്ങിയിട്ട് നടന്നു പോയിട്ട് ഒരു 10 മിനിറ്റ് പോലും നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മൾ നടന്നു കഴിഞ്ഞാൽ പല കുഴിയിൽ വീഴുകയാണ്. അവർ ഒരു വീട്ടിൻ്റെ മുന്നിലൂടെ അടുക്കളയിലൂടെ വേറൊരു ഓട ഇറങ്ങി ഒരു പാലം കടന്ന് ഇതെല്ലാം ഇതിലൂടെ കടന്നു വേണം അവർ ആ അമ്പലത്തിൽ വരുന്നത്. അത് റോഡിൻ്റെ വളരെ ഷോർട്ട് കട്ടാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് എന്തായാലും ഇത് ബിഗിനിങ് ഷോട്ട് ഇങ്ങനെ തന്നെ പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വളരെ കഷ്ടപ്പെട്ടാണ് അമ്മയുടെ ഒപ്പം നമ്മൾ നടന്ന് രാത്രി റിയലായിട്ട് 3:30 മണിക്ക് നടക്കാന്ന് പറഞ്ഞാൽ. അമ്മ നേരത്തെ നടന്നിരുന്നെങ്കിൽ 5 മണിക്ക് മുമ്പ് എത്തുമായിരുന്നു. ഞങ്ങൾ നടന്ന് ഷൂട്ട് ചെയ്ത് നിർത്തിയൊക്കെ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് താമസിച്ചു. ഇവർ ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം ഈ പ്രഭാതമൊന്നും ആവില്ല. അത് അത്രയ്ക്ക് ഇരുളുള്ള സമയത്ത് അമ്പലം അടഞ്ഞിടക്കുക. ഇവരിവിടെ വന്ന് പിന്നീട് ഈ കതിന നിറക്കലാണ്. ചിലപ്പോൾ ഒരാൾ 51 കതിനായിരിക്കും, ചിലപ്പോൾ 101 ആയിരിക്കും. ഇതൊരു ഭയങ്കര ഒരു ഈ ട്യൂബ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവരും ഇട്ടിട്ട് ഇടിക്കുകയാണ്. ഈ വയസ്സുകാലത്ത് ഇടിച്ചവരിങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ട് ശേഷം അമ്പലത്തിലെ ആദ്യത്തെ ബെല്ല് കേൾക്കുമ്പോൾ ഇവർ പൊട്ടിക്കുകയാണ്. അതായത് ആ ഗ്രാമം ഉണരുന്നത് ഇവരുടെ ഈ കഥയിലൂടെയാണ്. അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ലേഡി. ആ അമ്മയുടെ
സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയെ ഓർമ്മ വരും. കാരണം ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. അമ്മയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചേട്ടന് വളരെയധികം വേദന ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി. കാരണം ഇവർ ഈ കതിനരെ ഇത് കത്തിച്ചിട്ട് നിമിഷം കൊണ്ട് ഇത് പൊട്ടും. പക്ഷെ അവരുടെ ആ മൂവ്മെന്റ് ടൈമിങ്, അവരെ കൂനിയിട്ട് അവർ പെട്ടെന്ന് അങ്ങോട്ട് മാറുന്നത്, ഇതിനിടയിൽ എന്ത് സംഭവിച്ചാലും അവർ അത് മാത്രമല്ല, ഒരു കുടിസ് റൂമിനകത്ത് ഇവർ ഒരുപാട് ഈ മൺകലത്തിനകത്താണ് ഈ പൊടി വെച്ചിട്ടുള്ളത്, ഈ വെടിമരുന്ന്. തൊട്ടടുത്ത് ഇവർ ഇതിനകത്ത് കതിന ഇടിക്കുകയാണ്. ഈ നിറയ്ക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് വെടിമരുന്നും കുറച്ച് ഈ ചെങ്കല്ലിൻ്റെ പീസും ഇട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇടിയിൽ ഒരു സ്പാർക്ക് വന്നാൽ ഇതൊരു മുഴുവൻ അഗ്നിഗോളമാവും ആ അമ്മ. അപ്പം ഇതൊക്കെ നമ്മൾ, പക്ഷെ അവർ പറയുന്നത് എനിക്കൊന്നും വരില്ല, ദൈവമുണ്ട് എന്ന് അവർ പറയുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഡോക്യുമെന്റിൽ ദൈവത്തെ ഒന്നുമല്ല, അവരുടെ ആ ശാക്തീകരണമാണ്. അവരൊരു സ്ത്രീ, അവർക്ക് ഒരു ശാക്തീകരണ സപ്പോർട്ടും വേണ്ട, വനിതകൾ എന്താണ് സ്ത്രീപക്ഷ നിലപാടുകളൊന്നും തന്നെ അവർക്ക് വേണ്ട. അവരുടെ വിശ്വാസം അവരങ്ങനെ പോകുന്നു. ദൈവമൊന്നും അല്ല എൻ്റെ പുറകിൽ. അങ്ങനെ അവര് പക്ഷെ എല്ലാം ദൈവമാണെന്ന് പറയുന്നു. പക്ഷെ ഈ ഡോക്യുമെന്റിൽ അങ്ങറ്റം വരെയും ഞാൻ അങ്ങനെയല്ല. ഒരു അമ്പലത്തിൽ ചിത്രീകരിച്ചു. അതെ, അതാണ് അതിൻ്റെ ഒരു വിഷയം. ശരിക്കും അതുപോലെ തന്നെ അങ്ങയുടെ ചിത്രങ്ങൾ, ഡോക്യുമെൻ്ററി ആണെങ്കിലും എല്ലാം വീക്ഷിച്ചാൽ ഒരു പ്രത്യേകത കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ റിയൽ ലൈഫുമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോന്നും എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എത്ര നാൾ വേണ്ടി വരും ഒരു പ്രവർത്തനത്തിന്? അത് ഞാൻ ഈ എൻ്റെ ഏറ്റവും കൂടുതൽ 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ 2 ഡോക്യുമെൻ്റ് ഉണ്ട്. അതിൽ ഒരെണ്ണം അഗ്രഹാരങ്ങളുടെ വിലാപമാണ്. അഗ്രഹാരങ്ങൾ ഇടിച്ചു പോവുകയാണ്. അത് തടികൾ വിൽക്കുന്നു. അവരുടെ ആ ഒരു കൾച്ചർ ഇല്ലാതെ ന്യൂ ജനറേഷൻ അവർക്ക് അതൊന്നും താല്പര്യമില്ല. ഈ ഒരു മുറി കൂടെ കയറി അടുക്കള പ്രൈവസി നഷ്ടപ്പെടുകയാണ്. അതെ. അപ്പം അങ്ങനെയുള്ള ഒരു സാധനത്തിൻ്റെ ഈ ചിത്രീകരണത്തിന് വേണ്ടി ഞാൻ 1.5 കൊല്ലം എടുത്തു. അതായത് ഒരു അഗ്രഹാരം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഈ അഗ്രഹാരം 6 മാസം കഴിഞ്ഞ് ഇത്രാം തീയതി ഒരാൾ വിലയ്ക്ക് വാങ്ങി ഇടിക്കുമെന്നറിയുന്നു. അപ്പം ഞാൻ ഈ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കിടക്കുമ്പോൾ ആ ദിവസമായി ഞാൻ ഇവിടുന്ന് തലേ ദിവസം രാത്രി ഇവിടുന്ന് പോയിട്ട് അത് ഇടിച്ച് പൊട്ടിക്കുന്നവരെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു 1.5 കൊല്ലം. പിന്നെ അഗ്രഹാരങ്ങളുള്ളത് കേരളത്തിലാണ് കൂടുതലുള്ളത്. പിന്നെ തമിഴ്നാട്, ആന്ധ്ര, ബോംബെ ഈ സ്ഥലങ്ങളിലും കൂടെ ഞാൻ പോയി ഷൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ അത് 1.5 കൊല്ലം എടുത്തിട്ട് പോയിരുന്നു. എനിക്ക് ഒരുപാട് അവാർഡ് കിട്ടി. പിന്നെ ഞാൻ ചെയ്തത് നെൽമാണിക്യം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ്. അതൊരു 1.5 കൊല്ലം എടുത്തു. വയലുമായി ബന്ധപ്പെട്ട ഒരു നോക്കൂത്തിയുടെ ഓർമ്മകൾ. അയാളുടെ ഒരു ആത്മാവാറ്റ് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ കുട്ടനാട് ജീവിക്കുന്നുണ്ട്. അയാളിലൂടെയാണ് ആ കഥ പറഞ്ഞത്. അതും എനിക്ക് 3 അവാർഡ് കിട്ടി. ഇത് രണ്ടിനുമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. പിന്നെ കുറേ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. ശരിക്കും പിന്നീട് വേണുചേട്ടൻ്റെ വർക്കുകൾ നോക്കുമ്പോൾ ശരിക്കും ഇന്ന് പരിസ്ഥിതിയെ ഒരുപാട് മനുഷ്യൻ ചൂഷണം ചെയ്യുന്നു. എന്നാൽ പരിസ്ഥിതിയെ സ്നേഹിച്ചുകൊണ്ട് പരിസ്ഥിതിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ശരിക്കും അതിലോട്ട് വരുന്നതിനെ പറ്റി ഞാൻ എൻ്റെ അമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകരയ്ക്കടുത്ത്. അപ്പോൾ ആ വീട് ഇരിക്കുന്നത് ആ വീട് ചെന്നിങ്ങനെ അവസാനിക്കുന്ന വയലാണ്. അപ്പോൾ ഈ വയലിൽ മഴ പെയ്യും. ഞാൻ ഈ വെക്കേഷൻ സമയത്ത് അമ്മയുടെ വീട് ഇപ്പോൾ ഒന്നുമില്ല, അതൊക്കെ പങ്കുവെച്ച് പോയി. പക്ഷേ ഈ വയലിൽ നോക്കിയിരിക്കുന്ന വീടായതുകൊണ്ട് എനിക്കൊരു മൂമെൻറ്റിനൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഈ സമയത്ത് ഞാൻ അവിടെ ഈ വരാന്തയിലിരിക്കുക. അപ്പോൾ ഈ വയലിൽ മഴ പെയ്യുന്നത് എനിക്ക് ഭയങ്കര രസമാണ്. അപ്പം കാണാനായിട്ട് ഭയങ്കര വയലുകളാണ് മുന്നിലുള്ളത്. ഈ വയലുകളിലെ ഈ ഒരു അവസ്ഥ, ഈ മഴ ഇതിന് ശേഷം വയലിൻ്റെ ഇടയ്ക്കുള്ള ചില ചാലുകളുണ്ട്. ഇങ്ങനെ എനിക്കതൊരു പ്രകൃതി ആയിരുന്നു. പിന്നെ എൻ്റെ വായനയിലൊക്കെ അത്തരം പുസ്തകങ്ങളും പിന്നെ പ്രകൃതി എന്തോ എനിക്കറിയില്ല എങ്ങനെയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മരത്തിൻ്റെ ചവിട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എന്തൊരു സുഖമാണ്. അത് തന്നെയാണ് ഇടയ്ക്ക് ഞാൻ ഫ്രീ ആയുള്ള സമയത്ത് ഞാൻ കുട്ടനാടൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ചെന്ന് അല്ല ഓടക്കരയിലോ റോഡിലൊക്കെ ഇങ്ങനെ ആസ്വദിക്കാറുണ്ട്. മരം ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണെന്ന നിലയിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ശരിക്കും നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് ഒരുപാട് മലിനീകരണപ്പെടുന്നു, ഒരുപാട് പേര് അതിനെ നശിപ്പിക്കുന്നു. അങ്ങക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഈ നെൽമാണിക്യം എന്നൊരു ഡോക്യുമെൻ്ററി ഞാൻ കുട്ടനാട് ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ ഈ കിളുത്തു വരുന്ന നെൽവിത്തുകളുടെ പുറത്തേക്ക് ലോറി കൊണ്ട് മണ്ണിടുന്നുണ്ടായിരുന്നു. നമുക്കത് നമ്മൾ ക്യാമറയിൽ വെച്ച് നിൽക്കുകയാണ്. പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കുഞ്ഞിൻ്റെ പുറത്തേക്ക് ഇത് ഇടുന്നു പോകണം. കാരണം യാതൊരു വിധ ഒരു പ്രശ്നമില്ലാതെ ഈ ഭൂമാഫിയ തകർക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു സമൂഹം തന്നെ ഉണരണം. ഈ ലോറിയെ തടഞ്ഞ്
അവനെ തിരിച്ചെടുത്ത് അല്ലെങ്കിൽ പ്രകൃതി വയലിലേക്ക് വീണ ആ മണിനെ തിരിച്ചു കോരാനുള്ള മനസ്സ് സമൂഹം ഉണ്ടാക്കണം. സമൂഹം ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ദിവസം ചെല്ലുന്തോറും നമ്മളെ വയലുകളില്ലാതെ പോകുന്നു, മരങ്ങളില്ലാതെ പോകുന്നു, പ്രകൃതി ഇല്ലാതെ പോകുന്നു, നമുക്കൊന്നും ഇല്ലാതെ പോകും. നമ്മൾ നല്ല വായു പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അത് നമ്മൾ തീർച്ചയായും നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. ഓരോ വ്യക്തിയും തീരുമാനിക്കണം അല്ലേ, ഓരോ തന്റെ പ്രകൃതിയെ സംരക്ഷിക്കണം. അതെ അതെ തീർച്ചയായിട്ടും. ശരിക്കും വേണുചേട്ടനിലൂടെ ഒരുപാട് പേർ കലാരംഗത്ത് വളർന്നു വന്നിട്ടുണ്ട്. ഇന്ന് വലിയ വലിയ വൃക്ഷങ്ങളായിട്ട് തന്നെ മാറിയിട്ടുണ്ടെന്ന് പറയാം. ശരിക്കും ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്ത് തോന്നും? അതുപോലെ നമ്മുടെ നാനയിൽ പ്രവർത്തിച്ചിരുന്ന ആ ഒരു സമയം ഒന്ന് പറയാം. നാനയിൽ പ്രവർത്തിച്ച സമയം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയപ്പെടുന്ന നാനാ വേണു എന്നാണ്. വേണുകുമാർ എന്ന് ഞാൻ ഫോണിൽ പറഞ്ഞാലും അവർ പറയും ഏത് വേണു, നാനാ വേണു എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി എനിക്കുണ്ട്. അപ്പോൾ ആ നാനയിലൂടെയാണ് ഞാൻ വളർന്നത്. എഴുത്തുകാരനായിട്ട് നാനയിൽ ചെല്ലുന്നു. അടൂർ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ നാനയിൽ ചെല്ലുന്നു. നാനയിൽ എനിക്കൊരു സിനിമ ചെയ്യാൻ തരുമോ എന്ന് ചോദിച്ചാണ് അവിടെ ആക്ച്വലി ചെല്ലുന്നത്. പക്ഷെ അവിടെ നാനയുടെ കുമാരിമ വിമല രാജേഷൻ മാഡം അത് എൻ്റെ കുറേ ബയോഡേറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് അനുഭവം കുറിച്ച് സാറിനോട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡോക്യുമെൻ്ററി 1-2 ഗവൺമെൻറ്റിന് അടിച്ചു. അപ്പോൾ എൻ്റെ ഇത് മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നില്ലൊരു എഴുത്തുകാരനുണ്ട്, കുറേ ജനീയത്തിലൊക്കെ ഞാൻ കുറേ ചെറുകഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, കഥയിലൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ വെച്ച് അപ്പോൾ കുമാരിമ എൻ്റെ കണ്ടിട്ട് പറഞ്ഞു, തൽക്കാലം ഞങ്ങൾ സിനിമ നിർത്തി, 5 സിനിമയോടുകൂടി സിനിമ നിർത്തി. നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ മദ്രാസിലൊരു ലേഖനില്ല, മദ്രാസിലേക്ക് പോവാം, മദ്രാസിൽ ചെന്നിട്ട് നീ ഒരു സിനിമ പ്രൊഡ്യൂസറെ കണ്ടെത്തുക. അങ്ങനെയാണ് ഞാൻ പത്രപ്രവർത്തനം പഠിച്ചു ചെന്നല്ല, എഴുതും എന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ മദ്രാസിൽ പോയി സിനിമാക്കാരുടെ ഇടയിൽ നാനയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഞാൻ ജീവിച്ചു. പിന്നെ എനിക്ക് സിനിമ ചെയ്യണമെന്നൊരു തോന്നലൊന്നും ഉണ്ടായില്ല. കാരണം ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ സംവിധായകൻ ആ സിനിമ തിയേറ്ററിലെത്തി പൊളിഞ്ഞാലും വിജയിച്ചാലും അത്രേ ഉള്ളൂ. ആ സിനിമ നാന എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയും സീറ്റാണ്. വലിയ സൂപ്പർ താരങ്ങൾ വരെ എനിക്കൊരു സീറ്റ് തരും. അപ്പം ഞാൻ വിചാരിച്ചു അതാണ് എനിക്ക് വലുത്. സംവിധായകൻ എന്ന നിലയിലുള്ള ഉയർച്ചയെക്കാട്ടും ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ മേഖലയിലേക്ക് ഞാൻ ഒന്നും മാറുന്നത്. ഒരുപാട് താരങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. പലരുടെയും നമുക്ക് എന്താണ് അവർ പല വികാരങ്ങൾ അവരെന്തായിരുന്നില്ല, എന്തായിരുന്നു, ഇതെനിക്കൊരു തിരിച്ചറിവ് എനിക്കറിയാം. ഏകദേശം ഞാൻ 15 കൊല്ലത്തോളം വലിയ താരങ്ങളെ ഒപ്പം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഈ സൗഹൃദം ഒരിക്കലും മുറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ അവരെ ആ ലെവലിൽ തന്നെയാണ് കണ്ടുള്ളത്. ഇപ്പോഴും എവിടെ വെച്ച് എന്ത് സിനിമാക്കാരെ എവിടെ വെച്ചാലും എന്നെ തോളി കൈയിടുന്ന ഒരു സൗഹൃദം ഞാനുണ്ട്. ചിലപ്പോൾ അവരെ വേദനിപ്പിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ വേദനിപ്പിക്കാൾ കൂടുതൽ അവർക്ക് സന്തോഷവും ആഹ്ലാദവും കൊടുത്ത വരികളാണ് എൻ്റെ പേനയിൽ നിന്ന് വന്നത്. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് നല്ല സൗഹൃദമുണ്ട്. ആരെയും ഞാൻ ഇപ്പം മമ്മൂട്ടി അദ്ദേഹത്തിനെയും ഞാൻ ഫോണിൽ വിളിച്ചാൽ നാനാ വേണു എന്ന് പറഞ്ഞാൽ അപ്പോഴും സ്വീകരണമാണ്. ഇത്രയും നല്ല അതിൽ ലാൽ സാറിനെ ഒക്കെ എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദമുണ്ട്. വേണുചേട്ടൻ്റെ വളർച്ചയിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. ശരിക്കും അച്ഛനെ ജീവന തുല്യം സ്നേഹിക്കുന്ന 2 പെൺമക്കളുണ്ട്, ശരിയല്ലേ? തീർച്ചയായിട്ടും 100%. ഒന്ന് പറയാമോ? അയ്യോ, എൻ്റെ മക്കളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി, പ്ലസ് എൻ്റെ ഭാര്യ. ഞാൻ സത്യത്തിൽ വിവാഹത്തിന് ശേഷമാണ് 10-25 വർഷമായി വിവാഹത്തിന് ശേഷമാണ് എനിക്ക് വന്ന അവാർഡുകൾ, എത്രയോ അവാർഡുകൾ, എനിക്ക് വന്ന ഉയർച്ചകൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ എല്ലാം എൻ്റെ വൈഫാണ്. അവളും എൻ്റെ 2 പെൺമക്കളും. മൂത്തവളിപ്പോൾ എംടെക്കിന് പഠിക്കുകയാണ്, ഇളയാളിപ്പം ബിടെക്കിന് ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ചേർന്ന ഒരു ലോകം എന്നെ മാക്സിമം മോൾഡ് ചെയ്യുന്നുണ്ട്. കർശനമായ വിമർശനങ്ങളുണ്ട്. അച്ഛൻ അങ്ങനെ പാടില്ല, ഇങ്ങനെ എന്ന് പറയുന്നു. ശരിക്കും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടനുള്ള ഡ്രസ് കോഡ് പോലും തീർച്ചയായിട്ടും ഈ ഡ്രസ്സ് തന്നെ ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് വന്നത് വേറൊരു ഡ്രസ്സായിരുന്നു. മഴ പെയ്താൽ അത് ചീത്തയാവുമെന്ന് പറഞ്ഞ് ഒരു ഡ്രസ്സ് നന്നായി പാക്ക് ചെയ്ത് എൻ്റെ ബാഗിനകത്ത് വെച്ച് കാറിൽ വെച്ചു. ഞാൻ അതെടുത്തിട്ടാണ്. അത്രമാത്രം അവരെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് അച്ഛാ. പിന്നെ അതുപോലെ എൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. ചില സമയത്ത് അവർ പറയാം, അച്ഛാ അങ്ങനെയൊക്കെ വേണമായിരുന്നോ. പക്ഷേ അപ്പോൾ അവൾ പറയാം, ഞാൻ പറയാം മോളെ അങ്ങനെയല്ല, അല്ലെങ്കിൽ വൈഫിനോട് പറയാം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും. അപ്പം പറയാം ബുദ്ധിജീവി എല്ലാ സിനിമകളും നമുക്കൊന്നും മനസ്സിലാവും എന്ന് പറയുന്ന രീതിയിലേക്ക് പോകും. അവരെന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇനി അങ്ങയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം അങ്ങയുടെ പുതിയ ചലച്ചിത്ര സംരംഭങ്ങളെ കുറിച്ചാണ്. ഒന്ന് പറയാമോ?
എനിക്കിപ്പോൾ ഞാൻ ഉടനെ തുടങ്ങാൻ പോകുന്ന 1-2 ഡോക്യുമെൻ്ററി ഉണ്ട്. ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്ററികൾ, ഒരു പരസ്യമുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ഒരു തമിഴ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി സൂക്ഷിക്കുക അല്ല എഴുതി കഴിഞ്ഞു. ഓൾറെഡി അതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം എൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിനി എനിക്ക് സിനിമ ചെയ്യാനുള്ള ഒരു പ്രൊഡ്യൂസറുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോൾ. ഉടനെ തന്നെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ശരിക്കും ബി പോസിറ്റീവ് ടീം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ജഗദീശ്വരൻ അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 0471246660. ഇമെയിൽ panoramatvmedia@gmail.com. പ്രേക്ഷകരുടെ ഈ ദിനം ഉല്ലാസവും സന്തോഷവും സ്വപ്ന സാഫല്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ വിടവാങ്ങുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.